അഭിപ്രായം അങ്ങനെ നടക്കട്ടെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പൊക്കെ ആയി സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടതിനിടയിലാണ് ഒരു മന്ത്രി തന്നെ നേരിൽ വന്ന് സർക്കാരിനെ ആകെ പെടുത്തിക്കളയുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങളൊക്കെ പെട്ടുപോകുന്നു. മുമ്പും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ പെട്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയ ചരിത്രവുമുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. ഇത് മന്ത്രിസഭയേക്കാൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സാർ? ഇവരെ പോലത്തെ പക്ക ഫ്രോഡുകൾ, ഈ രാഹുൽ മാങ്കൂട്ടായാലും ഈ ഗണേഷ് കുമാർ ആയാലും, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ എങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും കേസിൽ നിന്ന് പിന്മാറ്റിയിട്ടുണ്ടായിരിക്കുക? അതിന് നാളെ മറ്റന്നാൾ വരൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പക്ക ഫ്രോഡ് മന്ത്രിമാരെയൊന്നും വെച്ചേക്കരുത്. കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി നടപടിയെടുക്കണം. ഭാര്യ മാപ്പ് പറഞ്ഞാലും നടപടിയെടുക്കണം. ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിയാണ്, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്. ഗവൺമെന്റിനെ പ്രതിച്ഛായക്കൊന്നും ബാധിക്കാതൊന്നും പോകുന്നില്ല. അത് മറ്റൊന്ന്, ഗവൺമെന്റിലെ മറ്റുള്ള മന്ത്രിമാരൊന്നും ശ്രീറാം പടന്മാരൊന്നും അല്ല. അതിനൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. എല്ലാവരും നല്ല ക്ലിയർ ആളുകൾ തന്നെയാണ്. മതിയൊക്കെ സ്വല്പം ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഈ ഗണേശനെ പോലെ പക്ക ഫ്രോഡ് മന്ത്രിമായി അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ ഏതാണ് ഇദ്ദേഹത്തിന്റെ സംസാര ശൈലി? ഇന്നെന്താ മാറിപ്പോയത്? അപ്പം ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ്, എങ്ങനെയാണ് വീട്ടിൽ വെച്ച് വരട്ടിയതെന്ന് ആർക്കറിയാം? അവരിപ്പോ എവിടെയാ ഉള്ളതെന്ന് നമുക്ക് ആർക്കറിയാം? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ഇദ്ദേഹമൊക്കെ പണത്തിന്റെ മുകളിൽ എന്തും കളിക്കുന്ന ആളാണ്. ഇദ്ദേഹം പക്കാ ഫ്രോഡാണ്, യാതൊരു സംശയവും വേണ്ട. ഒരു മിനിസ്റ്ററല്ലേ ഇത്? നാളെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സാർ? ഇവിടെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്താൽ തന്നെ നമ്മൾ വളരെ കൊട്ടിഘോഷിക്കുന്നു. അപ്പൊ ഈ MLA-യും മന്ത്രിയും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേരളത്തിന് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? മുഖ്യമന്ത്രി നടപടി എടുക്കണം, അദ്ദേഹത്തെ പുറത്താക്കുക ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വർഗീസാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിയുടെ മേൽ ഗണേശ് ഒരു പ്രത്യേക സമ്മാനം കൊടുത്തിരിക്കുന്നത്. എന്തായാലും തൽക്കാലം രാജിയൊക്കെ ഒഴിവായി, പരാതിയില്ല എന്ന് ഭാര്യ പറഞ്ഞതോടുകൂടി അവിടെ അവസാനിച്ചു എന്ന് സാങ്കേതികമായി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ അവസാനിക്കുന്നതാണോ ഈ വിഷയം? അല്ല, ഇത് സാങ്കേതികമായിട്ടല്ല. ഗണേഷ്കുമാറിന്റെ ഭാര്യ പറയുകയാണ്, എനിക്ക് പരാതിയില്ല, നിയമപരമായിട്ട് പോകുന്നില്ല, ഇത് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാര് അവര് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്, വോട്ട് വേണം. മാധ്യമങ്ങളും അതിന് കൂട്ടുപിടിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്ത് പ്രശ്നമുണ്ട്? അവിടെ കാണാനില്ലാത്ത കാഴ്ച കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് വ്യക്തമാക്കാതെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഇന്നലെ ഗണേഷ് കുമാറിന്റെ ഡ്രൈവർ ഒരു മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ചു എന്നതാണ് ഇന്നലെ ഞാൻ കേട്ട എല്ലാ ചാനലുകാരുടെയും വാർത്ത. തെറ്റായിട്ട് ഗണേശിനെ പറ്റി പറയുന്നത്. ഡ്രൈവർ മൊബൈൽ തട്ടിപ്പറിച്ചു, പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, ആർക്കൊരു കുഴപ്പമില്ല. പിന്നെ അവരെന്ത് ചെയ്യും? അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു മന്ത്രി ഇവിടെ IBയുടെ എന്താണ് പറയുന്നു, ഗണേഷ് കുമാർ KSRTC നല്ല മന്ത്രിയാണെന്ന്. നല്ല മന്ത്രിമാരെ ഇവർ താഴ്ത്തി കെട്ടുക, ഇത് ഇവരുടെ ലക്ഷ്യമാണ്. വീണ ജോർജ് പുള്ളിക്കാട്ടി അധികാരത്തിലേറുന്ന മുമ്പുണ്ടാവുന്ന വിഷയം കുത്തിപ്പൊക്കി ഉണുന്നു. അപ്പൊ ഇവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, വോട്ട്. സ്വല്പമെങ്കിലും ചിന്തിക്കുന്ന ഈ മാധ്യമങ്ങൾ ഒന്ന് ഈ കേസ് ഏറ്റെടുക്കുമോ? എന്താണ് ഇതിനകത്ത്? വർഗീസ്, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ കഥയോ അല്ലെങ്കിൽ ഈ വിഷയമൊക്കെ മാധ്യമങ്ങളൊക്കെ വളരെ നേരത്തെ അറിഞ്ഞതാണ്. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളെല്ലാം, ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ അറിഞ്ഞതാണ്. ആരൊക്കെയാണ് അവിടെ എത്തിയതെന്നും ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് അവരുടെ വീട്ടിലെ സ്വകാര്യമായൊരു വിഷയമാണ്. അങ്ങനെ സ്വകാര്യമായൊരു വിഷയത്തിൽ ഞങ്ങൾ വാർത്ത കൊടുക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തീരുമാനിച്ചു. ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണ്, അവർക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ വ്യവസ്ഥയും വെള്ളിയാഴ്ചയുമുള്ള മാധ്യമങ്ങളല്ല. അല്ലാത്ത ഒരു മാധ്യമവും അങ്ങനെ ഒരു വാർത്ത നൽകിയിട്ടേ ഇല്ല. പക്ഷേ ഇന്നലെ പരസ്യമായി KB ഗണേഷ് കുമാറിൻ്റെ ഭാര്യ അവർ വന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറയുന്നു, ഇത്തരം കാര്യങ്ങൾ താൻ ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുമ്പോൾ അരുതാത്ത ചിലത് അവർ കണ്ടു. അവർ ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞത് മന്ത്രിയുടെ സ്റ്റാഫാണ്, പുരുഷന്മാരായ സ്റ്റാഫാണ്. ആ സ്ത്രീയെ തടഞ്ഞതെന്ന് ആലോചിക്കണം. മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിസഭയുടെ സ്റ്റാഫ് കയറി തടയുകയാണ്. അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, പോലീസിനെ വിളിച്ചു. അവസാനം പോലീസിനെ വിളിച്ചിട്ടും അവർ എനിക്ക് സംരക്ഷണം നൽകിയില്ല, പ്രശ്നം പറഞ്ഞു തീർത്ത് അവരങ്ങ് പോയതേ ഉള്ളൂ എന്ന് അവർ പറയുന്നു. ഇതെല്ലാം അവർ തുറന്നു പറഞ്ഞപ്പോൾ ഇത് വാർത്തയാക്കാതിരിക്കേണ്ട ഞങ്ങളത് ഗണേഷ് കുമാറിൻ്റെ കൊട്ടേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് വാർത്തയാക്കാതിരിക്കാൻ. അതല്ല ഞാൻ പറഞ്ഞ, വാർത്തയാക്കുന്ന എല്ലാ സംഭവം ആ വാർത്ത കാണിക്കാനുള്ള ആ ഒരു ആർത്തിയും ആ വാർത്ത കാണിക്കണ്ടേ? ശ്രീ വർഗീസ് ചോദിച്ചല്ലോ വിവരം ഉണ്ടോന്ന്. വിവരം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ വാർത്ത കാണിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിവരം ഉള്ളതുകൊണ്ടാണ് ഒരു സ്ത്രീ വന്നിങ്ങനെ പറഞ്ഞാൽ വാർത്ത കാണിച്ചത്. ഇതിനു മുമ്പുമൊക്കെ പല സ്ത്രീകളും വന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾ വാർത്ത കാണിച്ചിട്ടുണ്ട്. ആ സ്ത്രീയാണ് വന്ന് പറഞ്ഞത്. ഇപ്പോഴും ആരും നിഷേധിച്ചിട്ടില്ല. അവരിന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ എന്നോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ അയാളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അയാളോട് ക്ഷമിക്കുന്നു, അതാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞതൊന്നും തെറ്റാണെന്ന് അവർ ഇന്നും പറഞ്ഞിട്ടില്ല.
രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായിട്ട് അവിടെ ഇരകൾ വന്നു, 3 പേര് പറഞ്ഞു. ശ്രീ വർഗീസ്, രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത്. ഈ കാര്യത്തിൽ താങ്കൾക്ക് ഗണേഷ് കുമാർ ചെയ്തത് ശരിയാണ്, താങ്കൾക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്, താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നതിൽ പറഞ്ഞോളൂ. അല്ലല്ല, ഇത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഗവൺമെന്റിനെ താറടിക്കാൻ ഒരു അവസരം നോക്കുക. ഗവൺമെന്റ് ആര്? ഞങ്ങളാണോ താറടിക്കുന്നത്? ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണോ താറടിച്ചത്? ഒരു മന്ത്രിയും താറടിച്ചിട്ടില്ല. അത് അവരുടെ കുടുംബ വിഷയമാണ്. അവരുടെ കുടുംബ വിഷയമല്ലല്ലോ. ഇന്നലെ വന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ അല്ലേ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ട് ഞങ്ങളാരും ഈ വാർത്ത കൊടുത്തില്ലല്ലോ. ആ സ്ത്രീ മാറ്റി പറയാത്തോളം കാലം ഒരു പ്രസക്തിയില്ല ചർച്ചയ്ക്ക്. വെറും വിവരക്കേടായ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് അത് വിവരക്കേടായി തോന്നും. അങ്ങനെ തോന്നുന്നതിൽ യാതൊരു കുറ്റവും താങ്കൾ കാണുന്നില്ല. താങ്കൾ അതിനെയൊക്കെ ഗണേശിന്റെ പ്രവൃത്തിയെ മഹത്തായി കാണുന്നെങ്കിൽ അത് താങ്കളെ മഹത്തായി കണ്ട് ആരാധിച്ചോളൂ. ശരി ശ്രീ വർഗീസ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഒരിക്കൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്നാണ് ഈ ഗണേഷ് കുമാർ വിശേഷിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ഇടതുമുന്നണിയിലേക്ക് വരേണ്ടിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം അത് പിന്നീട് ക്ഷമ പറയുകയും ഒക്കെ ചെയ്തതാണ്. അതേ ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇത്തരമൊരു വിവാദത്തിൽ പെട്ടു നിൽക്കുന്നത്. കിരൺ ബാബു, ഞാൻ ഇതിനു മുമ്പ് ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 140 MLA-മാരെ കൊടുത്ത് ഏറ്റവും മോശപ്പെട്ട ആളാണ്. നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന പോലീസുകാരൻ ഇവന്റെ കാമം തീർക്കാൻ വേണ്ടി കാവൽ നിൽക്കുക. ഇവന്റെ വീടിന്റെ പുറത്ത് പകല് ഇവനെയൊക്കെയാണ് നിങ്ങൾ സാറേ എന്ന് വിളിക്കുന്നത്. ഇത്തരം വൃത്തിയായിട്ട് ആഭാസന്മാരാ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വോട്ടർമാർ. ഇനിയെങ്കിലും തീരുമാനിക്കുന്നത് ഇത്തരം ദശവ്യക്തികളാ. ഇവരൊക്കെ ആ കീഴൂട്ട് രാമനാർ കുറെ പണം ഉണ്ടാക്കി. അവിടെ അപ്പനും മോനും കൂടി ഈ നാട്ടിൽ കുറെ കാലമായി ഈ നാട്ടിൽ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇയാൾ നോക്കി, ഇയാളിങ്ങനെ പറഞ്ഞ ആര് ജവഹർലാൽ നെഹ്റുവോട്, ഗാന്ധിജിയോട്, പിന്നെ പുറത്തിലെ കുന്നപ്പിലോട്, മാധവ ഈ യോഗ്യനാണ്. അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞ് നെഹ്റുവിനെയൊക്കെയാണ് തന്റെ ഒരു ശ്രേണിയിലേക്ക് ഉപമിക്കുന്നത്. ഇയാളുടെ എത്ര ആരോപണങ്ങളാണ് കിരൺ ബാബു ആ ശ്രീവിദ്യയായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ വീട്ടില് പിന്നെ സോളാർ ആപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളിൽ നിന്ന് മാധ്യമവാർത്ത ഉണ്ടായിരുന്നു. ഇത്തരം വൃത്തിയായിട്ട് ആവാസം ഇയാളൊക്കെ ഇനിയെങ്കിലും 2 വർഷത്തോട് പറയാനുള്ളത് ഇത്തരം വൃത്തിയായിട്ട് ഞരമ്പ് രോഗികളാ. ഞാൻ പറഞ്ഞത് പെണ്ണുകൂടി മോശം എന്നല്ല പറയുന്നത്. പെണ്ണുപിടിക്കാൻ പോയിക്കോട്ടെ, പക്ഷെ പൊതുപോട്ടം നടത്തിക്കൊണ്ട് പെണ്ണുപിടിക്കാൻ പാടില്ല. നമ്മളെ പൊതു ചെലവില് നിങ്ങൾ പൈസ എടുത്ത് ചെലവായിക്കൊണ്ട് പോലീസുകാരെ കാവലേക്ക് ഈ വൃത്തിയായിട്ട് പോലീസുകാർ തിരിച്ചുകൊണ്ടുപോകാൻ പറയാനല്ലേ കിരൺ ബാബു? സമയം പറയട്ടെ. ഇതിനെ വർക്ക് നടക്കുന്നത് ഭയങ്കര ഒച്ചയുണ്ട്. ഓക്കെ, ശരി, താങ്കളുടെ വാക്കുകൾ ശരിയാണ്. അദ്ദേഹം പറയുന്നത് ഈ പൊതു ചെലവിൽ കൂടിയാണ് ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നമ്മുടെ ഖജനാവിൻ്റെ പണമെടുത്ത, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടാണിത്. പക്ഷേ അവിടെ ഓഫീസിൻ്റെ സ്റ്റാഫും എല്ലാം ഉണ്ട്. അവരെല്ലാം ഈ പണം വാങ്ങുന്നവർ തന്നെയാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു സർക്കാരിന്റെ അങ്ങേയറ്റം അപമാനകരമാണ് ഈ ഒരു സംഭവം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.